ബിം ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമ്മൾ പൊതുവെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ലയൻറ്റ് ഇപ്പോൾ ബിം യൂസ് ചെയ്യുന്നത് അവർക്ക് ജസ്റ്റ് ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ടെൻഡർ സ്റ്റൈൽ. ഇനിയിപ്പോൾ ഡിസൈൻ കൺസൾട്ടൻസ് ആണെങ്കിലും ഇവർ ചെയ്യുന്ന ലൈക്ക് ആർക്കിടെക്ചർ, സ്ട്രക്ചർ, ഇനിയിപ്പോൾ കോൺട്രാക്ട് സൈഡിൽ പറയുകയാണെങ്കിലോ, ഞാൻ മെയിനായിട്ട് കാണുന്നത് സൈറ്റ് വർക്കേഴ്സോ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയേഴ്സോ ബിമ്മിലൊട്ടും അലൈൻഡ് അല്ല. ബിം എന്ന് പറയുന്നത് സ്ക്രീൻ ആ ഡെസ്ക്ടോപ്പിൽ തന്നെ അവിടെ നിന്നു, അത് കഴിഞ്ഞ് സൈറ്റ് ചെയ്യുമ്പോൾ അവർ വേറെ തന്നെയാണ് ചെയ്യുന്നത്. മീൻസ് ബിമ്മുമായിട്ട് റിലേറ്റഡ് ആവുന്നില്ല. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ബിം ട്രെയിനിങ് സൈറ്റ് എഞ്ചിനീയേഴ്സിന് അവിടെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ സംശയമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ക്വാണ്ടിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിലും സീക്വൻസിങ് ചെയ്യുകയാണെങ്കിലും ബിമ്മിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എപ്പോൾ ആഡ് ചെയ്യാം, എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രോട്ടോക്കോളൊന്നും റൈറ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം. സോ കോൺട്രാക്ട് സൈഡിലും ഇഷ്യൂസ് ഉണ്ട്. ഇനിയിപ്പോൾ അൾട്ടിമേറ്റ്ലി മോഡലേഴ്സ് ലെവൽ പറയുകയാണെങ്കിലോ, മോഡലേഴ്സ് ആക്ച്വലി ഫാസ്റ്റാണ്, എഫിഷ്യൻ്റാണ്, സ്കിൽഡാണെന്നൊക്കെ പറയാം. പക്ഷേ അവർ ബിമ്മിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ഒരു ടൂൾ ഓറിയൻറ്റഡ് ആയിട്ടാണ്. അതായത് ആ വർക്ക് തീർക്കാം, പക്ഷേ ഹൗ ടു ഡു ദേ നോ, പക്ഷെ വൈ ടു ഡു അതിലേക്ക് അവർ ഇതുവരെ അലൈൻഡ് അല്ല. സോ ആ ഇഷ്യൂസും അവർക്ക് കൺസ്ട്രക്റ്റബിലിറ്റി ഒരു ഐഡിയാസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ലോജിക്ക് വരുന്നില്ല. സോ ബിമ്മിൻ്റെ റൈറ്റായിട്ട് യൂസേജ് വരികയാണെങ്കിൽ ദ ട്രൂ എക്സിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് മോഡലേഴ്സാണ് ആക്ച്വലി. സോ അവർ അതിൻ്റെ രീതിക്ക് അത് ചെയ്യുമ്പോഴാണ് അവിടെ ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ബിമ്മിൻ്റെ ശരിക്കുള്ള യൂസ് ഫുൾ ഫേസിലേക്കും റൈറ്റായിട്ട് വരിക. പക്ഷേ ആ ഒരു രീതിക്കൊന്നും ഇപ്പോൾ ആയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രോപ്പർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിമ്മിൻ്റെ റൈറ്റായിട്ടുള്ള യൂസേജ് പ്രൊജക്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും.